ഹലോ ധനുഷ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്നൊരു ഐസ് തയ്യാറാക്കാം കേട്ടോ. ഐസ്ക്രീം ഐസ് എന്നൊക്കെ പറയും. പാലൊന്നും ചേർക്കാതെ എത്ര അറിയാത്തവർക്ക് പോലും നമ്മൾ കല്യാണ വീട്ടിലും അതുപോലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മുറിച്ചെടുക്കുന്ന റൗണ്ട് ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കുന്ന ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനായിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വേണ്ട, പാല് വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാൻ മാത്രമേ കുറച്ച് ഭംഗിക്കുറവുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂല്യയുടെ 2 പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 10 രൂപയുടെ 2 പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 5 രൂപയുടെ ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഒരു 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 2 പാക്കറ്റ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. 1 പാക്കറ്റ് ഞാൻ എടുക്കുന്നത് ഗാർണിഷ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പാർലേജിയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പാക്കറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് സ്റ്റൗ ഓണാക്കി ഇതിലേക്ക് വെക്കണം. അപ്പോൾ എത്ര അറിയാത്തവർക്ക് പോലും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ, പുഡിങ്ങൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. എല്ലാവർക്കും, പ്രത്യേകിച്ച് ടീനേജേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇത്. കാരണം അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഷോപ്പിൽ പോലും കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കുന്ന വരെ ഇതിനൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ഇതിലുള്ള ഈ കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പാൽപ്പൊടിയുടെയും പിന്നെ ബൂസ്റ്റിൻ്റെ ഒക്കെ ആ കട്ടകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എടുക്കുന്നത്, അതെല്ലാം നല്ലോണം ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല പൊടിയായിരിക്കണം, നല്ല മണമാണ് കേട്ടോ. ബൂസ്റ്റിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമാണല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മെഷർമെൻറ്റിൻ്റെ അളവിൽ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര. അപ്പം ഇത് മധുരം ഒരുപാട് ഇഷ്ടമാണെന്നുള്ളവർക്ക് 1/2 കപ്പ് മുഴുവനായിട്ടും എടുക്കാം കേട്ടോ. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം, ലോ ഫ്ലെയിമിൽ. ഇനി 10 രൂപയുടെ തന്നെ പാക്കറ്റാണ് കേട്ടോ പാർലേജിയുടെ ബിസ്ക്കറ്റ്. ഇത് നമുക്ക് പൊടിച്ച് ചേർക്കണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കരുത്, നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുള്ളൂ. ഇത് നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടന്നാലൊന്നും കുഴപ്പമില്ല, നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ഇതിനെ ഇപ്പോൾ ഉടച്ചു കൊടുക്കരുത്, ഇത് ഈ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുതിർന്ന് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു വല്ലാത്തൊരു മണമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ ഒരു കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് എപ്പോൾ വേണേലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതൊരു സാധനം ഉണ്ടാക്കിയാലും നമുക്കൊരു ചില സമയങ്ങളിലൊന്നും ചില സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. വളരെ അത്ര വലിയ വിലയൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. ഒരുപാട് വില കൊടുത്തിട്ടൊന്നും നമ്മളിതിൽക്കൊന്നും വാങ്ങിക്കേണ്ട. ഇനി ഇത് തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് വരുമൊന്നും വേണ്ട. നമ്മളിവിടെ സാധാരണ ഈ ബോക്സിലൊക്കെ സൈക്കിളിലൊക്കെ വരുന്ന റൈസ് ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് സോഫ്റ്റായി പോകേണ്ട കാര്യമില്ല, ഇത് ഒരുപാട് തിക്കായി വരണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നില്ലേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു വരും. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതാ നല്ലോണം ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ എടുക്കുന്നുണ്ട് ഉണ്ടോ. ഇതൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വരണം കേട്ടോ. ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെയാണ്. ശരിക്കും നമ്മൾ കോഫി പൗഡറോ കൊക്കോ പൗഡറോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പോലെയാണ്. നന്നായി ചൂടാറിയ ശേഷം ഞാനിവിടെ കുറച്ച് മുന്നേ ഐസ്ക്രീം വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അതിൻ്റെ ബോക്സാണ്. ഇപ്പോൾ ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിതിൽ ഒഴിച്ച് വയ്ക്കാവൂ. ഇത് നമുക്ക് ചെറിയൊരു ബൗളിൽ ഒഴിച്ച് വയ്ക്കാം, ഐസ്ക്രീം ട്രേയിൽ ഒഴിച്ച് വയ്ക്കാം, എങ്ങനെ വേണേലും ഒഴിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇതൊരു ഐസ്ക്രീം ബോക്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി ഡെക്കറേഷനൊന്നും വേണ്ട, അളവുകളൊന്നും വലിയ കാര്യമായിട്ട് വേണ്ടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം
നമുക്കൊരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെക്കണം. ഇത് നന്നായിട്ട് സെറ്റായി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂടി വെച്ച് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടച്ച് വെക്കണേ, പെട്ടെന്ന് തുറക്കാൻ പറ്റരുത്, ആ ഒരു രീതിയിൽ. ഇനി ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ലിക്വിഡായിട്ട് ഇരുന്നിരുന്നു. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്കിതിങ്ങനെ കൊട്ടിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ. നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെയാണ് മേലേക്ക് എടുക്കുന്നത്. ശരിക്കും ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടി നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ട് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ തൂവിക്കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടും തന്നെ നിർബന്ധമില്ല. ഇതൊരു കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നമുക്ക്. ഇനി ഇതിനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇത് മുറിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഞാൻ ഇതുപോലെ വലിയ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാലുണ്ടാവും റൗണ്ട് ഷേപ്പിൽ പിസ്ത ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുമല്ലേ, നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പാത്രത്തിലേക്കിട്ട് നമ്മളിങ്ങനെ ഒരു സ്പൂണ് വെച്ച് മുറിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വളരെ ഈസിയാണ്. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ